നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ LDFും BJPയും തമ്മിൽ വോട്ട് കൈമാറ്റത്തിനായി രഹസ്യ ധാരണയുണ്ടാക്കിയെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ഗോതയെ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുകയാണ്. വെറും ആരോപണങ്ങൾക്കപ്പുറം ഇത് നടപ്പിലാക്കാൻ നിശ്ചയിച്ചിട്ടുള്ള മണ്ഡലങ്ങളുടെ പേരുകൾ സതീശൻ അക്കമിട്ടു നിരത്തിയതോടെ വിവാദം കൊഴുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ കേരളം കത്തുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പിടിച്ചുലയ്ക്കുന്നത് ഡീൽ ആരോപണങ്ങളാണ്. ഭരണകക്ഷിയായ CPMും BJPയും തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. പ്രത്യേക ലക്ഷ്യങ്ങളോടെ വോട്ട് കൈമാറ്റം നിശ്ചയിച്ചിട്ടുള്ള 5 മണ്ഡലങ്ങളുടെ പേര് സതീശൻ വെളിപ്പെടുത്തിയതിന് പിന്നാലെ ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെ പേര് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇതിനോടൊപ്പം ചേർത്തു. എന്നാൽ ഈ ആരോപണങ്ങളെ പഴയ ചരിത്രം നിരത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടത്. മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, റാന്നി, കോന്നി എന്നീ 5 മണ്ഡലങ്ങളിലാണ് CPM BJP കൂട്ടുകെട്ട് നിലനിൽക്കുന്നതെന്നാണ് VD സതീശൻ്റെ വാദം. ഓരോ മണ്ഡലത്തിലും വ്യത്യസ്തമായ രീതിയിലാണ് വോട്ട് കൈമാറ്റം നിശ്ചയിച്ചിരിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. UDFിൻ്റെ സിറ്റിംഗ് മണ്ഡലമായ ഇവിടെ BJP വലിയ വിജയപ്രതീക്ഷയിലാണ്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തന്നെ ഇവിടെ ജനവിധി തേടുന്നു. തദ്ദേശ വോട്ട് കണക്കിൽ UDFിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടെങ്കിലും UDF 67,235, LDF 41,908, NDA 47,071 എന്നീ നിലയിലാണ് കണക്കുകൾ. ഇടതുപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPക്ക് വഴിയൊരുക്കുകയാണ് CPM ചെയ്യുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ജില്ലയിൽ നിന്ന് നിർദ്ദേശിച്ച പേര് തള്ളിയാണ് ജയാനന്ദയെ CPM സ്ഥാനാർത്ഥിയാക്കിയത്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമാകുമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പക്ഷം. എന്നാൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ച് BJP ജയിക്കാത്ത വിധമാണ് തങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്ന് CPM വിശദീകരിക്കുന്നു. ഇവിടെയും സിറ്റിംഗ് സീറ്റായ UDFിനെ തോൽപ്പിക്കാൻ ഇടതുപക്ഷം ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നാണ് ആരോപണം. LDFിൽ INLന് നൽകിയിരുന്ന ഈ സീറ്റിൽ സ്ഥാനാർത്ഥി നിർണയം വൈകിയത് BJPയെ സഹായിക്കാനാണെന്ന് കോൺഗ്രസ് പറയുന്നു. എന്നാൽ വോട്ട് നില ഉയർത്താനാണ് പൊതു സ്വതന്ത്രനെ പരീക്ഷിക്കുന്നതെന്നാണ് LDF മറുപടി. പാലക്കാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി MNMR റസാഖ് എത്തിയതാണ് വിവാദങ്ങൾക്ക് കാരണം. UDFിന് ലഭിക്കേണ്ട മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ഒരു മുസ്ലിം വ്യവസായിയെ CPM കളത്തിലിറക്കിയതെന്ന് സതീശൻ ആരോപിക്കുന്നു. തദ്ദേശ കണക്കനുസരിച്ച് UDFിന് 6,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ടെങ്കിലും സ്വതന്ത്ര പരീക്ഷണത്തിലൂടെ അത് മറികടക്കാമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. രാഷ്ട്രീയ പോരാട്ടത്തിനാണെങ്കിൽ ചലച്ചിത്ര താരമായ രമേശ് പിഷാരടിയെ എന്തിന് UDF സ്ഥാനാർത്ഥിയാക്കി എന്നും LDF ചോദിക്കുന്നു. കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലം ഇത്തവണ BDJSന് നൽകിയത് BJP വോട്ടുകൾ ഭിന്നിപ്പിച്ച് ഇടതുപക്ഷത്തെ സഹായിക്കാനാണെന്നാണ് ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കിൽ 236 വോട്ടിൻ്റെ ചെറിയ ലീഡുള്ള UDFിനെ ഇവിടെ പരാജയപ്പെടുത്താനാണ് ഈ നീക്കമെന്ന് അവർ കരുതുന്നു. അതേസമയം BJP വോട്ടുകൾ UDFിന് പോകുമെന്നാണ് LDFിൻ്റെ മറു ആരോപണം. എന്നാൽ KU ജനീഷ് കുമാർ ജനകീയതയിൽ വിജയിച്ചു കയറുമെന്നും LDF വ്യക്തമാക്കുന്നു. ശബരിമല ക്ഷേത്രം ഉൾക്കൊള്ളുന്ന റാന്നിയിൽ BJPക്ക് പകരം 2020 മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തെ സഹായിക്കാനാണെന്നാണ് കോൺഗ്രസ് വാദം. BJP വോട്ടുകൾ 2020ക്ക് വീഴില്ലെന്നും ഇത് LDF സ്ഥാനാർത്ഥിക്ക് ജയം എളുപ്പമാകുമെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. മന്ത്രി VN വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂരിൽ BJPക്ക് പകരം 2020 വന്നത് BJP വോട്ടുകൾ CPMലേക്ക് എത്തിക്കാനാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ UDFിനാണ് BJPയുടെ വോട്ടുകൾ ലഭിക്കുക എന്നാണ് CPM ആരോപിക്കുന്നത്. ഈ ആരോപണങ്ങളെയെല്ലാം അക്കമിട്ടു നിരത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചടിച്ചത്. 1971 AKGയെ തോൽപ്പിക്കാൻ RSS കാര്യവാഹിനെ കോൺഗ്രസ് പിന്തുണച്ച ചരിത്രം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നേമത്ത് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം തിരിച്ചടിച്ചു. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എന്താണിപ്പോൾ ഡീൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? എനിക്ക് അത്രയും ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. NMR റസാഖ് എന്ന മുസ്ലിം നാമധാരി അവിടെ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടാണോ ഇതിനെ ഡീൽ എന്ന് വിളിക്കുന്നത്? മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് പ്രതിപക്ഷം ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ KC വേണുഗോപാൽ രാജ്യസഭാംഗത്വം രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ചതും ഒരു ഡീലിൻ്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. RSSുമായി പണ്ടേ കൂട്ടുകൂടിയവർ ഇപ്പോൾ മുൻകൂർ ജാമ്യമെടുക്കാനാണ് തങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പർച്ച് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.